അധ്വാനിച്ചു നേടിയ വിജയം. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ പെരിന്തൽമണ്ണയിൽ വരുമ്പോ 38 വോട്ടുകൾ കൊണ്ട് തന്നെ നിങ്ങൾ വിജയിപ്പിച്ചു. എനിക്കൊരു അപമാനവും തോന്നിയിട്ടില്ല. നിങ്ങൾ തന്ന ആ സമ്മാനം കുറഞ്ഞുപോയി എന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എനിക്കറിയാമായിരുന്നു ഒരു ദിവസം വരും അതിന്റെ തെറ്റുതിരുത്തുന്ന കാലമായിരിക്കും. എന്റെ സ്നേഹമുള്ളവരെ, നമുക്കൊരു അഹങ്കാരവുമില്ല, ആരോടും നമുക്ക് വിരോധവുമില്ല. നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്നത് ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ടവന്റെ അവസാനത്തെ വീടും നമുക്ക് മാറ്റിയാൽ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന്റെ മക്കൾക്കും വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ്. എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ, ഈ ഹോസ്പിറ്റൽ സിറ്റിയിൽ തലയുയർത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ നമ്മുടെ ജില്ലാ ആശുപത്രിയാകണമെന്ന്. പാവപ്പെട്ടവർക്ക് പ്രയാസമില്ലാതെ കടന്നു വരാനും ചികിത്സിക്കാനും കഴിയുന്ന ഒരു ജില്ലാ ആശുപത്രി നമ്മൾ ഉണ്ടാക്കുമെന്നതാണ് എന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 1 മാസക്കാലം നമ്മൾ കാത്തിരുന്നത് ഈ വിജയത്തിന്റെ മധുരത്തിലായിരുന്നു. അതിന് മുമ്പ് ഒരു 20 ദിവസം നിങ്ങൾ പണിയെടുത്തത് നമ്മൾ നേടാനിരിക്കുന്ന ഈ വിജയത്തിന്റെ ആഴത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ, ഈ വിജയത്തിന്റെ മധുരമെല്ലാം ഇത് നിർമ്മിച്ചവർ നിങ്ങളാണ്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 2ാം വട്ടവും പെരിന്തൽമണ്ണയിലേക്ക് എന്നെ നിയമിക്കുമ്പോ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, പെരിന്തൽമണ്ണ എന്നെ കൈവിടില്ല എന്ന്. പെരിന്തൽമണ്ണക്കാർക്ക് കൊടുത്ത ഒരു സ്നേഹവും തെറ്റിപ്പോയിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോടൊരു വാക്ക് മാത്രം പറയുന്നു. ഞാൻ എന്റെ ജീവിതം മുഴുവനും പെരിന്തൽമണ്ണക്ക് എഴുതി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെയുള്ള ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി എഴുതി വെക്കാനുള്ളതാണ് എന്റെ ജീവിതം. ജനിക്കാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കാനുള്ളതാണ് എന്റെ ജീവിതം എന്നതാണ് എന്റെ വാക്ക്. എത്ര വിശ്വാസപൂർവമാണ് 32,000 വോട്ട് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ നിയോജകമണ്ഡലങ്ങൾ നേടുന്ന ആ തിളക്കമുള്ള ഭൂരിപക്ഷം പെരിന്തൽമണ്ണ നമുക്ക് സമ്മാനിച്ചത്. അത് വെറുതെയാണോ? വെറുതെയാക്കാൻ പറ്റുമോ? അതിന് കടം നമ്മൾ എങ്ങനെ വീണ്ടും നന്ദി വാക്കുകൊണ്ടല്ല, എന്റെ ഹൃദയത്തിൽ അത് ചേർത്ത് വെച്ച് ഒരടുത്ത വാക്ക് മാത്രം പറയുകയാണ്. എല്ലാവരും പറഞ്ഞു ഒരു പഞ്ചായത്തിൽ നമ്മൾക്ക് ലീഡ് നേടാൻ കഴിയില്ല, ബാക്കി എവിടെ ലീഡ് നേടിയാലും. ചിലർ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ പണ്ട് ചക്ക വീഴപ്പോൾ സപ്ത മുയലാണ്, അവിടെ ഇനി നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. എന്നാൽ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും തകർപ്പൻ വിജയം എന്നെ സ്വീകരിച്ചതെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു വാക്ക് തരുന്നു, നിങ്ങൾ നെറ്റിക്കാന്തപുരത്തിന്റെ പേരിൽ ഒരാളുടെ മുമ്പിലും തലകുടിക്കേണ്ടി വരില്ല. ഏതർദ്ധരാത്രിയിലും നിങ്ങൾ മുട്ടുന്ന വാതിൽ തുറക്കാൻ കാത്തിരിക്കുന്ന ജനപ്രതിനിധിയായിരിക്കും ഞാൻ എന്ന വാക്ക്. എന്റെ ഓരോ പ്രവർത്തകരെയും ഒരാൾ തൊടാൻ കല്ലെറിയാൻ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് ആ വാക്ക് നമുക്ക് പുലർത്തണം. വരുന്ന UDFന്റെ കൊടുങ്കാറ്റായി വന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേടിയ ഈ ഉജ്ജ്വല വിജയമുണ്ടല്ലോ, അതൊരു നാട് നിർമ്മിക്കാനുള്ളതാകണം. 5 വർഷം കഴിയുമ്പോൾ പെരിന്തൽമണ്ണയുടെ ഈ ജംഗ്ഷനിൽ നിന്ന് നിങ്ങൾക്കും എനിക്കും പറയാൻ കഴിയണം, ഞങ്ങൾ കണ്ട പെരിന്തൽമണ്ണയല്ലല്ലോ ഇതെന്ന് പറയാൻ കഴിയുന്ന വികസനങ്ങളുടെ മാറ്റം ഉണ്ടാക്കണം. നമ്മൾ മാറ്റും. ആ മാറ്റത്തിന്റെ തീപ്പന്തമാണ് നമ്മൾ ഈ ടൗൺ സ്ക്വയറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ ട്രാഫിക് ജംഗ്ഷനിൽ വെച്ച് നമ്മൾ കൊടുത്തുവിടുന്നത്. ആ അഗ്നിനാളം ഏറ്റെടുക്കുക എന്ന് മാത്രം പറയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ നന്ദി പറഞ്ഞ് കടം വീട്ടില്ല. അങ്ങനെ വീട്ടാൻ പറ്റുമോ? നമ്മളെ കടം നമുക്ക് കടം
അത് ഹൃദയത്തിൽ ഒരിക്കൽ കൂടി ചേർത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് വൈകുന്നേരം ഇത്ര വലിയ ആഘോഷമാക്കി ഈ രാവിലെ ഏറ്റവും മനോഹരമാക്കിയതിൽ 1000 ഹൃദയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂണിയൻ. ജയ്